നമ്മൾ ഇന്ന് വിക്ടോറിയൻ കാലഘട്ടത്തിലേക്ക് കടന്നു പോകുവാണ്. ആരെയും മോഹിപ്പിക്കുന്ന രീതിയിലെ അതിമനോഹരവും നീളവും ആയ ഇടതുറന്ന മുടിക്ക് ഉടമകളായിരുന്നു വിക്ടോറിയൻ രാജകുടുംബത്തിലെ സ്ത്രീകൾ. എങ്ങനെയായിരിക്കും അവ വളർന്നിട്ടുണ്ടാവുക? ഇത്തരം സമൃദ്ധമായ മുടി ലഭിക്കാനായി എന്തായിരിക്കും അവർ ഉപയോഗിച്ചിട്ടുണ്ടാവുക? ഇന്നും ഇത്തരം രീതികൾ പിന്തുടർന്നുകൊണ്ട് നമുക്ക് മുടി സമൃദ്ധമാക്കി വളർത്താൻ സാധിക്കുമോ? വരൂ, നമുക്ക് 1800 കാലഘട്ടത്തിലേക്ക് കടന്നു പോകാം. 19-ാം നൂറ്റാണ്ടിൽ നീളമുള്ള മുടി മനോഹാരിത മാത്രമായിരുന്നില്ല, മറിച്ച് അവ സ്ത്രീത്വത്തിന്റെയും ആരോഗ്യത്തിന്റെയും ധാർമ്മികതയുടെയും മുഖമുദ്രയായി കണക്കാക്കപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ വിക്ടോറിയൻ രാജകുടുംബത്തിലെ സ്ത്രീകൾ അവർക്ക് സാധ്യമാകുന്നത്ര മുടി നീട്ടി വളർത്താൻ ശ്രമിച്ചിരുന്നു. മുടി മുറിക്കുന്നത് അപൂർവമായിരുന്നു. അതൊരു അപകീർത്തികരമായ കാര്യമായിട്ടാണ് അവർ കണക്കാക്കപ്പെട്ടിരുന്നത്. അമ്മമാരായിരുന്നു പെൺമക്കൾക്കായി മുടി സംരക്ഷണ രീതികൾ പറഞ്ഞു കൊടുത്തിരുന്നത്. ചില കുടുംബങ്ങൾ മുടിയുടെ പേരിലാണ് അറിയപ്പെട്ടിരുന്നത് വരെ. 11 അടി നീളത്തിൽ മുടി വളർത്തിയിരുന്ന സദർലാൻഡ് സിസ്റ്റേഴ്സ് ഒക്കെ ഇതിന് ഉദാഹരണമായിരുന്നു. ഇനി നമുക്ക് അവരുടെ പ്രധാന മുടി സംരക്ഷണ രീതി എന്തായിരുന്നുവെന്ന് നോക്കാം. ഒന്നാമത്തേത്, ദിവസവും 100 പ്രാവശ്യം അവർ മുടി ചീകുമായിരുന്നു. മുടി സ്റ്റൈൽ ചെയ്യാൻ മാത്രമായിരുന്നില്ല, മറിച്ച് തലയോട്ടി ഉത്തേജിപ്പിക്കാനും തലയോട്ടി ഉൽപ്പാദിപ്പിക്കുന്ന ഓയിൽ എല്ലായിടത്തും ഒരുപോലെ ലഭിക്കാനുമായിരുന്നു. അവർ ദിവസവും തല നനയ്ക്കുമായിരുന്നില്ല. ആഴ്ചയിൽ 1 ദിവസമൊക്കെയായിരുന്നു തല നനച്ചുള്ള കുളി. തല ശുദ്ധീകരണത്തിനായി മുട്ട, വിനെഗർ, സോപ്പ് വേർഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു യൂറോപ്യൻ പ്ലാന്റ് ഇവയൊക്കെയായിരുന്നു ഉപയോഗിച്ചിരുന്നത്. കൂടാതെ ഇടതുറന്ന മുടി ലഭിക്കുവാനായി അവർ ഉപയോഗിച്ചിരുന്നത് റോസ്മേരി. ഇത് തലയിലെ രക്തയോട്ടം സാധ്യമാക്കുന്നു. നെറ്റിൽ ലീഫ് ആൻഡ് ഹോഴ്സ് ടെയിൽ മിശ്രിതം. ഇവ മിനറൽസും സിലിക്കയും കൊണ്ട് സമ്പന്നമാണ്. അടുത്തത് എഗ് യോക്ക്. ഇതൊരു കണ്ടീഷണർ ആയിട്ട് ഉപയോഗിച്ചിരുന്നു. ആപ്പിൾ സിഡർ വിനെഗർ റിൻസ്. ഇവ മുടിയുടെ തിളക്കം വർദ്ധിപ്പിച്ചിരുന്നു. കൂടാതെ അവർ രാത്രിയിൽ മുടി സിൽക്കിലോ കോട്ടണിലോ മുടി പൊതിഞ്ഞ് കെട്ടിവെക്കുമായിരുന്നു, മുടി പൊട്ടിപ്പോകുന്നതിൽ നിന്നും രക്ഷപ്പെടുത്താനായി. വിക്ടോറിയൻ കുടുംബാംഗങ്ങളുടെ മുടി സംരക്ഷണത്തിൽ നിന്നും നിങ്ങൾ എന്താണ് പഠിച്ചത്? അതെ, നമ്മുടെ റുട്ടീൻ എപ്പോഴും സിമ്പിൾ ആൻഡ് കൺസിസ്റ്റന്റ് ആയിരിക്കണം. നമ്മൾ എപ്പോഴും ക്ഷമയുള്ളവരായിരിക്കണം. ഒരു രാത്രി കൊണ്ട് ഈസിയായി വളരുന്ന ഒന്നല്ല മുടി. അതിന് വർഷങ്ങളുടെ സംരക്ഷണം ആവശ്യമായി വരുന്നു. നിങ്ങൾക്ക് ഈ അറിവുകൾ ആകർഷകമായെങ്കിൽ കമന്റ് ചെയ്യൂ. നിങ്ങൾ ഇത്തരം റെമഡീസ് ട്രൈ ചെയ്യാനും മറക്കണ്ട. ഇതുപോലുള്ള അറിവുകൾക്കായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.